പ്രിയപ്പെട്ട എബിനച്ച, പ്രിയപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി മെമ്പേഴ്സ്, ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ 2-3 ആഴ്ചകളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനു മുമ്പായിട്ട് ഒരു നന്ദിയുടെ ഒരു വാക്ക് 2-3 ആൾക്കാർക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ ഈ സൈറ്റിൻ്റെ ഒരു റൈറ്റപ്പ് ചെയ്യുകയും സഹായിക്കുകയും ചെയ്തത് ഷാൻഡോ ആണ്. അതുപോലെ തന്നെ സാജുവിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി നിർദ്ദേശങ്ങൾ ഉണ്ടായി. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഇബിനച്ചൻ ഒത്തിരി ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് തന്നു. അതുപോലെ ഡാനി വർഗീസ് പുള്ളി ഒരു സെക്ഷൻ എഴുതാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മൾ സൈറ്റിൻ്റെ URL stbernardetemission.co.uk എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ URL അടിച്ച് ചിലപ്പോഴത്തേക്കും ഹോം പേജിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അതിമനോഹരമായ ഒരു ലോഗോയാണ്. ആ ലോഗോ ഫുള്ളി ഡിസൈൻ ചെയ്തത് ഷാൻഡോ ആണ്. നമ്മുടെ 4 മാസ് സെൻറ്ററിനെയും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് എബൌട്ട് അസ് പേജിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നീട് സെൻറ്റ് ബെർണാർഡ് ടെമിഷൻ എന്നുള്ള പേര്, അതിനുശേഷം നമുക്ക് സെർച്ച് ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഡൊണേറ്റ് എന്നൊരു ടാബ് വെച്ചിട്ടുണ്ട്. ആ ഡൊണേറ്റ് ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ഡയറക്റ്റ് ഡെബിറ്റ് കൊടുക്കാം, ഇങ്ങനെ സ്റ്റാൻഡിങ് ഓർഡർ ഫോം, ഗിഫ്റ്റ് ഫോം തുടങ്ങിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സോഷ്യൽ മീഡിയ ഐക്കൺസ് ആണ്. അത് ഇപ്പോൾ ആക്റ്റീവ് അല്ല, ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ അക്കൗണ്ടിനെ കുറിച്ച് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഹോം പേജിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്നത് മനോഹരമായ ആ ലോഗോ ആണ്. വെൽക്കം ടു സെൻറ്റ് ബെർണാർഡ് ടെമിഷൻ എന്നുള്ള ആ റൈറ്റപ്പ്. അതിൻ്റെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും 6 മേജർ ഏരിയാസ് ഈ വെബ്സൈറ്റിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. എക്സ്പ്ലോർ അവർ മിഷൻ, അതിൽ ഫസ്റ്റ് അവർ മിഷൻ, നമ്മുടെ ആ മിഷനെ കുറിച്ചുള്ളൊരു റൈറ്റപ്പാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു ചെറിയൊരു ഹിസ്റ്ററി, 4 കുർബാന സെൻറ്ററുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എംബ്ലത്തിൻ്റെ എങ്ങനെയാണ് എംബ്ലം ഡിസൈൻ ചെയ്തതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് അരണ്ടേൽ ആൻഡ് ബ്രൈറ്റൺ ആൻഡ് പോർട്സ്മൗത്ത് ഡയോസസിൻ നമുക്ക് തരുന്ന ഹെൽപ്പിനെ കുറിച്ചും ഒരു ചെറിയൊരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് സേഫ് ഗാർഡിങ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ UK. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷൻ അതിൽ കൊടുത്തിട്ടുണ്ട്, ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണം എന്നുള്ളത്. പിന്നീട് നമുക്കുള്ള കാറ്റഗിസം, നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാറ്റഗസിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ പേജിൽ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വീണ്ടും ഹോം പേജിലേക്ക് വരുമ്പോൾ കാണുന്നത് സാക്രമെൻറ്റ്സ്, ഓൾട്ടർ സർവീസ്, അപ്കമിങ് ഇവൻറ്റ്സ് ആണ്. അതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. പിന്നെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ജൂബിലി 2025ൻ്റെ ബൈബിൾ റീഡിംഗ് ആണ്. ഓരോ ദിവസത്തെയുള്ള ബൈബിൾ റീഡിങ് പോർഷൻസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജനുവരി 1 മുതൽ 2026 ജനുവരി 6 തീരുന്ന രീതിയിലുള്ള ഒരു ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമാണുള്ളത്. എല്ലാ ദിവസവും ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡാനി വർഗീസ് ആണ്. പിന്നീട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവൻറ്റ്സ്, അതായത് നമ്മുടെ മാസ്, ഹോളി മാസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അടുത്ത ഹോളി മാസ് 21 ജനുവരിയിൽ അപ്കമിങ് ഇവൻ്റായിട്ട് കാണാൻ സാധിക്കും. അതിന് 6 ദിവസവും 19 മണിക്കൂറും അത് ഒരു ടൈമർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് താഴെ നമ്മുടെ റീസെൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിനെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ഡീറ്റെയിൽസ് റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ആർച്ച് ബിഷപ്പിൻ്റെ ഒരു ഹിസ്റ്ററി, ബ്രീഫ് ഹിസ്റ്ററിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും ഹോം പേജിലേക്ക് വരുമ്പോൾ നമ്മൾ താഴെ ഭാഗത്തേക്ക് എത്തുകയാണ്. താഴെ എങ്ങനെ ജോയിൻ എ കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു ഇൻവിറ്റേഷൻ എന്ന രീതിയിലുള്ള ആണ് ആ ഗ്രാഫിക് അവിടെ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ക്രിയേറ്റീവ് ഫോറം, നമ്മൾക്ക് നമ്മുടെ ആൾക്കാർക്ക് ആർട്ടിക്കിൾ എഴുതാനും അത് പബ്ലിഷ് ചെയ്യാനുള്ളൊരു വേദി കൂടിയാണ് ആയിട്ട് ക്രിയേറ്റീവ് ഫോറം കൊടുത്തിരിക്കുന്നു. ഫുഡറായിട്ട് വീണ്ടും ലോഗോയും സർവീസ് പ്ലാനിങ്ങും കോൺടാക്റ്റും ലൊക്കേഷനുമായിട്ട് ബ്രീഫായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നീട് നമ്മൾ ഓരോ മെനുവിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നത് എബൌട്ടിൽ അവർ മിഷൻ, പാട്രൺ സെയിൻറ്റ്, ബിഷപ്പ്, ക്ലർജി ആൻഡ് സ്റ്റാഫ്. നമുക്ക് 1 by 1 മിഷനെ കുറിച്ചൊരു ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട് ഇതിൽ. നമ്മളത് കണ്ടതാണ്. അടുത്തതായിട്ട് പാട്രൺ സെയിൻറ്റ് സെൻറ്റ് ബെർണാഡിറ്റിനെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ ബിഷപ്പ് ജോസഫ് സാംബ്രയ്ക്കലിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. പിന്നീട് ക്ലർജി ആൻഡ് സ്റ്റാഫ്, അതിൽ മെയിനായിട്ട് നമ്മുടെ പാരിഷ് പ്രീസ്റ്റായ എബനച്ചനെ കുറിച്ചും അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ അച്ഛൻ്റെ നമ്മുടെ വിഷന്, പിന്നെ നമ്മൾ അഡ് ഹോക് കമ്മിറ്റിയിലെ 15 മെമ്പേഴ്സിൻ്റെയും പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇനി ഗിൽഫോർഡ് മാസ് സെൻറ്ററിലെ ഒരാളുടെയും കൂടെ കിട്ടാനുണ്ട്. അത് കിട്ടുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് സേഫ് ഗാർഡിങ്ങിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ്, മിഷൻ 2024 നമ്മുടെ കഴിഞ്ഞ തവണത്തെ അഡ് ഹോക് കമ്മിറ്റിയിലെടുത്ത ഡിസിഷൻസ് കംപ്ലീറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ചാരിറ്റി, നമ്മൾ ചാരിറ്റിയെക്കുറിച്ച് ഒരു ഡിസ്കഷൻ വരുന്നുള്ളൂ. അതിനെക്കുറിച്ച് ബ്രീഫായിട്ടുള്ള ദീപ്തി ഫൗണ്ടേഷൻ്റെ ഒരു റൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണുന്ന സാക്രമെൻറ്റ്സ് ആണ്. 7 സാക്രമെൻറ്റ്സ് കാത്തലിക് ചർച്ചിലെ ഉള്ളത്. അതിനെക്കുറിച്ച് ബ്രീഫായിട്ടൊരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഈ സാക്രമെൻറ്റ്സ് മുഴുവൻ ചെയ്തു തന്നത് ഡാനി വർഗീസ് ആണ്. പിന്നീട് നമ്മൾ കാണുന്ന മിനിസ്ട്രീസ് ആണ്. ഓൾട്ടർ സർവീസ് ഉണ്ട്, സാവിയ ഫ്രണ്ട്സ്, കൊയർ മിനിസ്ട്രി, വിമൻസ് ഫോറം, കുടുംബ കൂട്ടായ്മ, കാറ്റഗിസം. നമ്മൾ ഫോർ എക്സാമ്പിൾ ഓൾട്ടർ സർവീസിലേക്ക് പോവുകയാണെങ്കിൽ ഓൾട്ടർ സർവീസിലുള്ള അതിനെക്കുറിച്ച് ചെറിയൊരു റൈറ്റപ്പും അതിൻ്റെ ആരൊക്കെയാണ് അതിൻ്റെ ചുമതല, ഓരോ മാസ് സെൻറ്ററിനെ കുറിച്ചുള്ളതും ഇപ്പോഴുള്ള ഓൾട്ടർ സർവേഴ്സിൻ്റെ പേരുകളും അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് വീണ്ടും കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നതനുസരിച്ച് ഓരോ സെക്ഷനും ഓരോ മിനിസ്ട്രീസും ആഡപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റായിട്ട് നമുക്ക് വരുന്നത് ക്രിയേറ്റീവ് ഫോറമാണ്. ക്രിയേറ്റീവ് ഫോറത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആൾക്കാർക്ക് ആർട്ടിക്കിൾ എഴുതുവാനും, അതുപോലെ തന്നെ കുട്ടികൾ അവരുടേതായ രീതിയിലുള്ള ആർട്ടിക്കിൾസ് എഴുതാം, അതുപോലെ തന്നെ പിക്ചേഴ്സ്, ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ മസ്റ്റായിട്ട് നോക്കുന്ന ഒരു കാര്യം, ഇത് കോപ്പി ചെയ്യാൻ വേറൊരിടത്തും കോപ്പി ചെയ്യാൻ അനുവദിക്കത്തില്ല. ഇത് നമ്മുടെ സ്വന്തം കണ്ടൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പ്ലേജറിസത്തിന് ചെക്ക് ചെയ്തിട്ട് ഫാദർ എബിൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2 സാമ്പിൾ ആർട്ടിക്കിൾ ഇതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ എഴുതിയതാണ്. പിന്നീട് അടുത്ത സെക്ഷൻ പാരിഷ് ന്യൂസ് ലെറ്ററാണ്. എബിനച്ചന് ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ന്യൂസ് ലെറ്റർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ന്യൂസ് ലെറ്ററിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അച്ഛൻ്റെ ന്യൂ ഇയർ മെസ്സേജാണ് കിടക്കുന്നത്. അടുത്ത സെക്ഷൻ ഹോളി മാസ് എന്നുള്ളതാണ്. ഹോളി മാസിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഡെയിലി റീഡിങ്, മാസ് ടൈമിങ്, പ്രയർ ബുക്സ്, അപ്കമിങ് ഇവൻറ്റ്സ്, ഗാലറി, അതെല്ലാം കൂടിയാണ്. ഇപ്പം ഡെയിലി റീഡിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഓരോ ദിവസത്തെയും റീഡിങ്, മാസ് റീഡിങ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്ന ഒരു സംവിധാനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അടുത്തത് നമ്മുടെ മാസ് ടൈമിങ്സ് ആണ്. മാസ് ടൈമിങ്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ മാസുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഇവൻറ്റ് കലണ്ടറാണ്. നമ്മളിപ്പം ജനുവരി, ഫെബ്രുവരി ഓരോ മാസത്തെയും ഇയർലി നമുക്കറിയാൻ പറ്റും. ഇനിയുള്ള കൂടുതൽ ഇവൻറ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നീട് ഉള്ളത് പ്രയർ ബുക്സ്. നമുക്ക് ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ ജസ്റ്റ് സാമ്പിളായിട്ട് വിശുദ്ധ കുർബാനയുടെ ബുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ബുക്കുകളും ഇതിൽ ആഡ് ചെയ്യാനുള്ളൊരു പദ്ധതിയാണുള്ളത്. പിന്നീട് ഉള്ളത് അപ്കമിങ് ഇവൻറ്റ്സ് ആണ്. അപ്കമിങ് ഇവൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ സമ്മർ ബാർബിക്യൂ വരുന്നുണ്ട്. ഇപ്പോൾ സമ്മർ ബാർബിക്യൂ അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷന്, അത് എവിടെ വെച്ചാണുള്ളത്, ഏറ്റവും പ്രധാനമായിട്ടും ഇതിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതിൽ കാണുന്നത് കിഡ്സിന് 5 മുതൽ 10 വരെ പ്രായമുള്ളവർക്ക് 5 പൗണ്ടും 10 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 10 പൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിൽ ആൾക്കാർക്ക് ഇതിലൂടെ ബുക്ക് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൊരു സംവിധാനമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും ഇമെയിലും കൊടുത്ത് കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത്
പേപ്പാൽ വഴിയോ അല്ലെങ്കിൽ ചെക്കൗട്ട് വഴിയോ, പേപ്പാൽ ഉണ്ടെങ്കിൽ പേപ്പാലിലേക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പാർക്കിയിലേക്ക് ഇത് ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇതിലൂടെ പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് എത്ര പേര് വരുന്നുണ്ടെന്നും അവരുടെ പേയ്മെൻറ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി കിട്ടിയിരിക്കും, നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഇതിൽ തന്നെ വേറൊരു ഫങ്ഷനാലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മളെ ഗുഡ് ഫ്രൈഡേക്ക് അത് 0 ആണ് വെച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് അവർ നമ്മൾ കഞ്ഞിക്ക് പൈസ മേടിക്കുന്നില്ല എന്നുള്ളൊരു കൺസെപ്റ്റിൽ ആൾക്കാർക്ക് എത്ര പേര് ഉണ്ടെന്നുള്ളത് അവർക്ക് ഇതിലൂടെ ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. അതിനുവേണ്ടിയാണ് അപ്കമിങ് ഇവൻറ്റ്സ് എന്നുള്ളൊരു പരിപാടി വെച്ചിരിക്കുന്നത്. പിന്നീട് ഗാലറിയാണ്. നമ്മുടെ കുറച്ച് പിക്ചേഴ്സ് കയറ്റിയിട്ടിട്ടുണ്ട്, കിട്ടുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഗാലറി റിസീവിങ് ഫാദർ എബിൻ കാറ്റ്വിക്കിൽ വന്ന പിക്ചറാണത്. അപ്പോൾ അത് ആഡ് ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായി കോണ്ടാക്ട് അസ് അച്ഛൻ്റെ പാസ്റ്ററൽ എൻക്വയറീസിന് അച്ഛൻ്റെ നമ്പർ, അതുപോലെ തന്നെ ബാക്കിയുള്ള എൻക്വയറികൾക്ക് ഷാൻഡോയുടെയും സാജുവിൻ്റെയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് എന്നെ ഇപ്പോൾ തൽക്കാലം ബന്ധപ്പെടാവുന്നതാണ്. ഈ ഫോമിലൂടെ ആൾക്കാർക്ക് നമ്മളുമായിട്ട് ഡയറക്റ്റ് അവരുടെ പേരും ഇമെയിലും അവർക്ക് തരേണ്ട മെസ്സേജുകളും തരികയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്റ് ബെർണാർഡ് മിഷൻ 2024 എന്നുള്ള ഇമെയിലിലേക്ക് ഇവരയക്കുന്ന മെസ്സേജ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നീട് കോണ്ടാക്ടേഴ്സിൽ ഒരു മെമ്പേഴ്സ് ഫോറം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മെമ്പേഴ്സ് ഫോറത്തിൽ 2 സബ് മെനുവാണുള്ളത്. ഒന്ന് ലോക്കൽ ജോബ്സും പിന്നീട് ലോക്കൽ അക്കോമഡേഷനും. ഇത് നമ്മുടെ ആൾക്കാരെ തന്നെ നമുക്ക് പരസ്പരം സഹായിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു വേദിയായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലോക്കൽ ജോബ്സിൽ ഇപ്പം സാമ്പിളായിട്ട് ഇപ്പം ഡൊമിനോസ് ഡെലിവറി ഡ്രൈവർ ഓൾഡർ ഷോട്ടിലൊരു വേക്കൻസി, അത് നമ്മളുടെ ഒരാൾ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ ഒരാൾക്ക് ജോലി മേടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണുള്ളത്. അതുകൊണ്ട് ഇത് പബ്ലിക്കായിന് അക്സസബിൾ അല്ല ഈ 2 സെക്ഷനും, ഈ ലോക്കൽ ജോബ്സും അതുപോലെ തന്നെ ലോക്കൽ അക്കോമഡേഷനും. ഇപ്പം നമ്മുടെ ആൾക്കാർക്ക് തന്നെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഒരു അക്കോമഡേഷന് ഒരു റൂമോ വേണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിവിടെ അഡ്വർടൈസ് ചെയ്യാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ അഡ്വർടൈസ് ചെയ്യാം. ഇത് റെസ്ട്രിക്റ്റഡ് ആണ്. ഈ ഏരിയ നമ്മുടെ ആൾക്കാരിൽ, അതായത് നമ്മൾക്ക് ലോഗിൻ ആക്സസ് ഉള്ളവർക്ക് മാത്രമേ ഇതിൽ കൊടുക്കുന്ന വിവരങ്ങൾ കാണാൻ സാധിക്കത്തുള്ളൂ. ലോഗിൻ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നത് മെയിനായിട്ട് നമ്മളെ ഇപ്പോൾ തൽക്കാലം 91 ഡയറക്റ്റ് ഡെബിറ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ്, പിന്നെ നമ്മുടെ ഇതിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് ലോഗിൻ ഇൻഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഇതാണ് ജനറലായിട്ട് ഒരു ഔട്ട്ലൈനാണ് ഈ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ച്. നിങ്ങൾ ഓരോ ഭാഗത്തൂടെയും കടന്നു പോവുക, ഇതിലുള്ള മിസ്റ്റേക്കുകൾ ഇടുക, അത് നമുക്ക് അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. വേറൊരു പെയർ ഓഫ് ഐസിലൂടെ നോക്കുമ്പോൾ വേറൊരു ഒപ്പീനിയൻ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യണമോ, ഇനി എന്തെങ്കിലും ഫെസിലിറ്റീസ് ഇതിൽ വേണമോ എന്നതിനെക്കുറിച്ചുള്ള സജഷൻസും തരിക. അടുത്ത ഒരു 7 ദിവസത്തേക്ക് അഡ്ഹോക് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ സജഷൻസിനും കറക്ഷനും വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. നമുക്കത് കൂടുതൽ ഇത് മനോഹരമാക്കാൻ സാധിക്കും. എല്ലാവരുടെയും സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.